അസ്സാം വലൈക്കും എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സ റോൾ. അതായത് പിസ്സയ്ക്ക് വേണ്ട കണ്ടൻ്റ് എല്ലാം യൂസ് ചെയ്തിട്ട് ഒരു ഫില്ലിംഗ് ആയി ചെയ്ത് നമുക്കൊരു റോൾ ഉണ്ടാക്കിയാലോ. അതിനായി നമ്മൾ ആദ്യം എടുക്കുന്നത് ഹോൾ ഗ്രെയിൻ വീറ്റാണ്. അത് 250 ഗ്രാമിൻ്റെ 4 കപ്പ് ഗ്ലാസ് എടുക്കുക. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 2 ടീസ്പൂൺ ഷുഗർ, അതുപോലെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ചേർത്ത് കൊടുക്കാം. നല്ല ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം വരിക അതിനനുസരിച്ച് കുഴച്ചെടുക്കുമ്പോൾ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ളൊരു ഡോ വേണ്ട, ലൂസായിട്ടുള്ളൊരു ഡോ മതി. ഇനി വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. നമുക്ക് ലാസ്റ്റ് നമ്മൾ ഇത് ഷേപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഷേപ്പ് ചെയ്താൽ മതി. ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ വെക്കാം. നന്നായി കുഴച്ചെടുത്തിട്ട് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നമുക്ക് കുഴച്ച് വെച്ചിട്ടുള്ള മാവിൻ്റെ മുകളിൽ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായി തടവി കൊടുത്തുകൊണ്ട് നനഞ്ഞ തുണി കൊണ്ട് അടച്ച് വെക്കാം. അല്ലെങ്കിൽ ഒരു അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു കൊടുക്കാം. ഈ സമയം നമുക്ക് എന്ത് ചെയ്യാം, ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ച ചിക്കൻ്റെ ബോൺലെസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എല്ലാം മാറ്റി കൊടുത്ത് അത് നമുക്ക് എണ്ണയിൽ സോട്ട് ചെയ്യാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഒറിഗാനോ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാൻ ചേർത്തപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ഇതെന്ത് ചെയ്യാം, നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പിസ്സ സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായി നമുക്ക് ഒലീവ് ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ റിഫൈൻഡ് ഓയിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ലെവലിലിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ച മണം മാറി ഒരു നല്ല സ്മെല്ല് വരുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് തക്കാളിയെല്ലാം ഭയങ്കര തൊലിയൊക്കെ വിട്ട് പോന്ന് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, 1 ടീസ്പൂൺ ചില്ലി പൗഡറും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളിക്ക് പകരം ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. കെച്ചപ്പ് മാത്രമേ ഉള്ളൂവെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. സോയാ സോസ് ചേർക്കണമെങ്കിൽ സോയാ സോസ്, ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ സിംപ്ലി ഒറിഗാനോ, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ചെറിയ ജീരകം മാത്രമാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് കുക്കായ പിസ്സ സോസ് നമുക്ക് ഒരു സൈഡിൽ മാറ്റി വയ്ക്കാം. നമ്മൾ വെയിറ്റ് ചെയ്ത ഗോതമ്പിൻ്റെ ഈ ഡോ എന്ത് ചെയ്യുക, ചെറിയ ബൗൾസായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ശേഷം പിസ്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന, അതായത് പൊരിച്ച് വെച്ച ചിക്കൻ എടുക്കുക. അതുപോലെ 1 കപ്പെങ്കിലും ചോപ്പ്ഡ് ഓണിയൻ, നമ്മുടെ സവാള ചെറുതായിട്ട് മുറിച്ചത്, 1 കപ്പ് ക്യാപ്സിക്കം മുറിച്ചത്, അതുപോലെ പിസ്സ സോസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്, അതുപോലെ ഒരു 1.5 കപ്പെങ്കിലും മൊസറല്ല ചീസ്, അത് എത്രത്തോളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയതിൽ കുറച്ച് കുറവാണ് പിസ്സ സോസ്. നമുക്ക് കൂടുതൽ ആ ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എമൗണ്ട് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് നന്നായിട്ട് ഇട്ട് കൊടുത്തു. ഇനി ഗോതമ്പിൻ്റെ ഡോ എടുത്ത് നമുക്ക് എന്ത് ചെയ്യുക, കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കാം. പരത്തിയിട്ട് ഇതൊരു നീളത്തിലുള്ള ഒരു റോളാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. കട്ടി എത്രത്തോളം കൂട്ടുന്നോ അപ്പോൾ കൂടുതൽ ബണ്ണായിരിക്കും ഫില്ലിങ്ങിൽ വരിക. ഭയങ്കര തിന്നായിട്ടാണ് നമ്മൾ ഡോ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തിന്നായിട്ടുള്ള ഒരു ബണ്ണേ നമുക്ക് വരുള്ളൂ. അപ്പോൾ എത്രത്തോളം കട്ടി വേണം, എത്ര കുറവ് വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ ഈ ഒരു ലെവൽ തിക്നെസ്സിലാണ്, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം ബണ്ണിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ വരും. ഇത് കയ്യിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ നമുക്ക് പൊടി തൂവി കൊടുക്കാം, അല്ലെങ്കിൽ എണ്ണ തൂവി കൊടുക്കാം. ഞാൻ വെക്കുന്ന പ്ലേറ്റിലും പൊടി തൂവുന്നുണ്ട്, കാരണം കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇത് പ്ലേറ്റിൽ ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു പരത്തിയിട്ട് കുഴൽ വെച്ച് പരത്താനാണ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, ഇതൊരു സമൂസയുടെ ട്രയാങ്കിൾ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഫിൽ ചെയ്ത് വെച്ചത് റെസ്റ്റ് ചെയ്യും തോറും നമ്മളെ ഡോൻ്റെ കട്ടി കൂടും. അതിനാൽ ഭയങ്കര കട്ടിയിൽ ഒരിക്കലും ഡോ ഷേപ്പ് ചെയ്യരുത്. തിന്നായിട്ട് ഡോ ഷേപ്പ് ചെയ്യുക, എന്നിട്ട് അതിൽ ഫില്ല് ചെയ്യുക. ഓരോ റോളുകളും അടുപ്പിച്ച് വെക്കരുത്, വിട്ടു വെക്കുക. കാരണം വലുതായാൽ എന്ത് ചെയ്യും, അത് തമ്മിൽ ഒട്ടിപ്പിടിച്ച് സെപ്പറേറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ചൂടുള്ള ഓയിലിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഓയിൽ നല്ലോണം നിറച്ചിട്ട് അതിൽ മുങ്ങുന്ന രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള മെത്തേഡ് ഓവനിൽ ബേക്ക് ചെയ്യാണ്. എൻ്റെ കയ്യിൽ ഓവൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് തവയിൽ സ്റ്റാൻഡ് വെച്ചിട്ട് നമുക്കിത് വെച്ച് കൊടുത്തിട്ട് ഒരു ഓവൻ്റെ ഇഫക്റ്റ് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം.
നല്ല തവിടുള്ള ഗോതമ്പ് പൊടി കൊണ്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് മൈദയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മൈദ യൂസ് ചെയ്യാം. ചെറിയൊരു ഡിഫറൻസ് തന്നെ ഉള്ളൂ രണ്ടും തമ്മിൽ വരുന്നത്. ഇത് ഒരു പിസ്സയുടെ ഒരു നല്ല ഫ്ലേവർ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക, കാരണം ഹൈ ഫ്ലെയിമിലാവുമ്പോൾ ഉള്ളിൽ ക്യാപ്സിക്കൊന്നും വല്ലാണ്ട് വെന്ത് കിട്ടൂല. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ചെയ്തെടുക്കുമ്പോൾ ബണ്ണ് നന്നായിട്ട് ഫോം ചെയ്യാനുള്ള സമയവും കിട്ടും, ഉള്ളിൽ വേവുകയും ചെയ്യും. വെജിറ്റബിൾസ് കുക്ക് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ വെജിറ്റബിൾസും കുക്കും. ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ, കാരണം വെജിറ്റബിൾസ് ഒന്നും കുക്ക് ചെയ്യേണ്ട ഒരു സമയം വേണ്ട. പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത ആവശ്യമില്ല, ഡയറക്റ്റ്ലി ചിക്കൻ നമുക്ക് അങ്ങനെ ഇടാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.